കേട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും കാശ് സാധനമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? സ്വപ്നയ്ക്ക് ജാമ്യം എടുക്കാൻ പോലും നമ്മളെ കൂടെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം വെറും വേസ്റ്റാ. നീ എല്ലാവരുടെയും കാര്യം പറയണ്ട, സ്വന്തം കാര്യം മാത്രം പറഞ്ഞാ മതി. നീ വേസ്റ്റ് ആണെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. സ്വപ്നയായ ജയിലിൽ മഹിമ എന്തുമാത്രം ഉപദ്രവിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവിടുത്തെ സൂപ്രണ്ടിനെ സ്വാധീനിക്കാൻ ഞാൻ പല വഴിക്കും ശ്രമിച്ചു. ആരും ആ സ്ത്രീയോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. എന്റെ വഴിക്ക് ഞാൻ ശ്രമിച്ചപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. ഇങ്ങനെ അവളെ കൈ ഒഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നിങ്ങൾക്ക് ആർക്കും അവളെ പുറത്തിറക്കാൻ ഒരു താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നാളെ ഇവൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ ഡാഡി ഇങ്ങനെ പെരുമാറുമോ? എനിക്കെങ്ങനെയാടാ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നേ? ഞാൻ നിന്റെ ഭാര്യയെ പോലെ മയക്കുമരുന്ന് വിൽക്കാൻ നടന്നിട്ടില്ല. അങ്ങനെയുള്ള കേസുകളിൽ ചെന്ന് പെട്ടിട്ടുമില്ല. അച്ഛൻ എന്ത് ചെയ്താലും നിനക്ക് പോരാ അല്ലേ? അവളുടെ വക്കീൽ ഫീസ് പോലും അച്ഛനല്ലേ കൊടുക്കുന്നേ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ചെലവിൽ ഒരു വക്കീലിനെ വെച്ച് വാദിക്കേ. നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിച്ചോ? എന്റെ നിയന്ത്രണം വിട്ടാം ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഒന്ന് പോടാ. സഞ്ജു, ചുമ്മാ കിടന്ന് ഷോ കാണിക്കാതെടാ. നീ ആണാണെങ്കിൽ നിന്റെ ഭാര്യയെ കള്ളക്കേസിൽ കുടിക്കാൻ മഞ്ജുവിനോട് ചെന്ന് കണക്ക് ചോദിക്കേ. എന്തു പറ്റി? അതിനുള്ള ധൈര്യം നിനക്കില്ലേ? ഗിരിയെ പറ്റി ആലോചിക്കുമ്പോ തന്നെ നിന്റെ മുട്ടിടിക്കും. എനിക്കാരെയും പേടിയില്ല. അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. നിക്കടാ അവിടെ. എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങോട്ട് പോകുന്നേ? ദേഷ്യത്തിൽ ഗിരി എങ്ങാനും നിന്റെ ദേഹത്ത് കൈവച്ച നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ തിരിച്ചു വരുന്നത് ആംബുലൻസിലായിരിക്കും.